അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി പൊതിച്ചോറിലേക്ക് പോകാം. നല്ല തവിട് കളയാത്ത കുഞ്ഞുമണിയും കുത്തിരിച്ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പണ്ടൊക്കെ തവിടൊക്കെ തിന്നണ പശുവാണ്, പക്ഷേ ഇപ്പം മനുഷ്യൻ തിന്നേണ്ട ഗതികേടിലൊക്കെ ആയി കേട്ടോ. നല്ല തവിട് കളയാത്ത നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മില്ലിലെ അരി ആയത് കാരണം നല്ല ടേസ്റ്റുള്ള അരിയാണ്. ഇപ്പോൾ കുഞ്ഞുമണിയും കുത്തിരിച്ചോറിട്ട് കൊടുത്തു. അങ്ങനെ ഒരു ചൂര വറുത്തത് വെച്ച് കൊടുത്തു. മാങ്ങാ ചമ്മന്തി വെച്ച് കൊടുത്തു. കാന്താരിയും ക്യാരറ്റും കൂടെ ഉപ്പിലിട്ടത് വെച്ച് കൊടുത്തു. അങ്ങനെ നാടൻ കോഴിമുട്ട വറുത്തത് വെച്ച് കൊടുത്തു. പിന്നെ തോരൻ എന്താണെന്നറിയാമോ? നല്ല വേനൽക്കാലമൊക്കെ ആയില്ലേ. വേനൽക്കാലം ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം, ഒഴിവാക്കാൻ വയ്യാത്ത ചീരത്തോരൻ. പച്ചച്ചീരയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ. അങ്ങനെ ചീരത്തോരൻ വെച്ച് കൊടുത്തു. ഇന്ന് ഒഴിച്ചു കൂട്ടാൻ എന്താണെന്നറിയണ്ടേ? തക്കാളിപ്പഴം കറി. അങ്ങനെ തക്കാളിപ്പഴം കറിയും ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ചൂര വറുത്തത്, മാങ്ങാ ചമ്മന്തി, തക്കാളിപ്പഴം കറി, ക്യാരറ്റും കാന്താരി ഉപ്പിലിട്ടത്, നാടൻ കോഴിമുട്ട വറുത്തത്, മുരിങ്ങയിലത്തോരൻ. അങ്ങനെ വെക്കേഷനൊക്കെ ആകാൻ പോലെ നന്നായി പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് പറക്കാൻ കഴിയുമെങ്കിൽ പറക്കുക. ഇനി പറക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? ഓടാൻ ശ്രമിക്കുക. ഓടാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കാനെങ്കിലും ശ്രമിക്കുക. നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഇഴഞ്ഞെങ്കിലും നീങ്ങുക. എന്ത് സംഭവിച്ചാലും മുന്നോട്ട് തന്നെ എന്ന് കരുതി മുന്നോട്ട് തന്നെ പോവുക. ജീവിതത്തിൽ ഒരിക്കലും തോക്കാനായിട്ടൊന്നും ജനിച്ച ആൾക്കാരല്ല നമ്മൾ. അതുകൊണ്ട് ലൈഫിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ മുന്നോട്ടാണ്, വിജയം നമ്മുടെ കയ്യിൽ. അങ്ങനെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. അടുത്ത വീഡിയോ വരെ കാണും വരെ ബൈ ബൈ.